Hey guys, welcome back to my channel. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കേളി ഹെയറിന് ആവശ്യമുള്ള ആക്സസറീസിനെ കുറിച്ച് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും. പക്ഷെ ഈ പ്രോഡക്ട്സ് ഒക്കെ ശരിക്കും നമുക്ക് ആവശ്യമുള്ളതാണോ? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഐ ഗിവ് യു എ ലിസ്റ്റ് ഓഫ് എൻ്റെ ടോപ്പ് 10 കേളി ഹെയർ ആക്സസറീസ്. എന്നെ മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ മൈ നെയിം ഇസ് ദിവ്യ സഹദേവൻ ആൻഡ് ഇന്നത്തെ വീഡിയോ എൻ്റെ CG സെഗ്മെന്റിലത്തെ ഒരു വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ CG കണ്ടന്റ് വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം മൈ ലീസ്റ്റ് ഫേവറേറ്റ് ടു മോസ്റ്റ് ഫേവറേറ്റ് ഉള്ള പ്രോഡക്ട്സിനെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്പർ 10 സ്പോട്ടിലുള്ളതാണ് കേളി ഹെയർ ആക്സസറീസ്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. സാറ്റിൻ സ്കാർഫ്, സാറ്റിൻ ഹെഡ് ബാൻഡ്സ്, സിൽക്ക് സ്കാർഫ്, സിൽക്ക് ഹെഡ് ബാൻഡ്സ്, കുറെ പിൻസ്, ക്ലച്ചസ്. അതൊക്കെ ആക്ച്വലി ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെയർ ജേർണിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ ചുരുക്കം ഉപയോഗിക്കുന്നതാണ്. ഇടയ്ക്ക് ഒരു ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ്, പക്ഷെ ഞാൻ വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഹെയർ ഒന്നിങ്ങനെ ഓപ്പൺ ആയിട്ട് വിടും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ഹെയർ ഒരു പൈനാപ്പിൾ ബണ്ടിലായിരിക്കും. കൂടുതൽ ഞാൻ ആക്ച്വലി ക്ലിപ്സ് ഒക്കെ ഉപയോഗിച്ചത് എൻ്റെ ഇനീഷ്യൽ CG ഡേയ്സിലായിരുന്നു. ബിക്കോസ് മുടി അത്ര കേൾ ഡിഫൈൻഡ് ആയിരുന്നില്ല. മാക്സിമം 1 അല്ലെങ്കിൽ 2 ഡേയ്സ് ഒക്കെ കഷ്ടിച്ച് കേൾ ഡെഫിനിഷൻ ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറെ ക്ലിപ്സും സ്ക്രഞ്ചസും ഒക്കെ വെച്ചിട്ട് ഒരു ഹാഫ് പോണി, ഹാഫ് ബൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഈസി ഹെയർ സ്റ്റൈൽസ് ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഒക്കെ ഇത് ധാരാളം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ബിക്കോസ് മൈ ഹെയർ ഇസ് മോർ ഹെൽത്തി, ഞാൻ അധികം അങ്ങനെ ടൈ ചെയ്യാറില്ല. ഇപ്പൊ അത്ര ആവശ്യമില്ല. സോ ഇതാണ് എൻ്റെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്സസറി. ഇനി നമ്പർ 9 പൊസിഷനിൽ ഉള്ളതാണ് ഒരു ഹീറ്റ് ക്യാപ്പ്. ക്യാപ്പ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാപ്പാണ്. ഇതിന്റെ ഇങ്ങനെ ഓരോ പൗച്ചിൽ ആക്ച്വലി ഇറ്റ്സ് ഫിൽഡ് വിത്ത് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇത് ബേസിക്കലി എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്ട്രാ പൊട്ടൻറ്റ്, ഒരു എക്സ്ട്രാ സ്ട്രോങ് ആക്കാൻ നമ്മൾ ഈ ഹീറ്റ് ക്യാപ്പിനെ ഒന്നിങ്ങനെ മൈക്രോവേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടോ ഒന്ന് ചൂടാക്കും. ആൻഡ് ഈ ഫ്ലാക്സ് സീഡ് ആക്ച്വലി ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. സോ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ the heat lasts for easily ഒരു 15 to 20 minutes ചിലപ്പോൾ ഹീറ്റ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു DC ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുടി കെട്ടി വെച്ച് ഷവർ ക്യാപ്പ് ഇടില്ലേ, അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹീറ്റ് ക്യാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് യുവർ ട്രീറ്റ്മെന്റ് മോർ ഇഫക്റ്റീവ്, മോർ പൊട്ടൻറ്റ്. അപ്പോൾ ഇത് ആക്ച്വലി വളരെ നല്ലൊരു സാധനമാണ്. ഞാൻ ഇനീഷ്യൽ ഡേയ്സിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അറ്റ് ദിസ് പോയിന്റ് ഞാൻ ഇത് അധികം ഉപയോഗിക്കാറില്ല. വൺസ് ഇൻ എ വൈൽ കുറെ സമയമുള്ളപ്പോൾ ഞാൻ ചെയ്യും. പക്ഷെ ഓണസ്റ്റ്ലി ഐ എം എ ലിറ്റിൽ ലേസി ടു ഡു ദിസ്. ഇനി നമ്പർ 8 പൊസിഷനിലാണ് സ്പ്രേ ബോട്ടിൽ. അപ്പൊ സ്പ്രേ ബോട്ടിൽ ഞാൻ എൻ്റെ ഹെയർ റീഫ്രഷ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിൽ നമ്മളൊന്ന് ക്വിക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇത് നമ്പർ 8 പൊസിഷനിൽ ഇസ് അഗൈൻ ബിക്കോസ് ഞാൻ ഇപ്പോൾ അത് അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ വൺസ് ഇൻ എ വൈൽ ഇപ്പോൾ മുടി വാഷ് ചെയ്യാനുള്ള സമയം ഇല്ലാത്ത ദിവസങ്ങൾ, പെട്ടെന്ന് പുറത്തിറങ്ങേണ്ട ദിവസങ്ങളിൽ വൺസ് ഇൻ എ വൈൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ഐ യൂസ് ടു യൂസ് ഇറ്റ്. സോ ഇറ്റ്സ് സ്റ്റിൽ എ വെരി ഗുഡ് ആക്സസറി. ആൻഡ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മിസ്റ്റി ഒരു ഹെയർ സ്പ്രേ ആണ്. ഇറ്റ്സ് റിയലി ഗുഡ്. അത് എളുപ്പത്തിൽ വേഗം റീഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത്ര അധികം മുടി സോക്കിംഗ് വെറ്റും ആക്കില്ല. സോ ഐ റിയലി ലൈക്ക് ദ സ്പ്രേ ബോട്ടിൽ. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഐ സ്റ്റിൽ യൂസ് ഇറ്റ് വൺസ് ഇൻ എ വൈൽ. ഇനി നമ്പർ 7 പൊസിഷനിലാണ് എൻ്റെ ഷവർ ക്യാപ്പ്. അപ്പോൾ ഇവിടെ തൊട്ട് ലൈക്ക് ഈ നമ്പർ 7 സ്പോട്ട് തൊട്ട് എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഗുലർലി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഉള്ളത്. സോ നമ്പർ 7 സ്പോട്ടിലുള്ളതാണ് ഈ ഷവർ ക്യാപ്പ്. ആൻഡ് ഷവർ ക്യാപ്പ് ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് DC ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ബോഡി വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് ഷവർ ക്യാപ്പിലിട്ട് ബാക്കി ഹെയർ ബോഡി വാഷ് ചെയ്ത് കഴിയണ വരെ വെക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് ഫ്രം യൂസിങ് എ ഷവർ ക്യാപ്പ്. ആൻഡ് ഇതൊരു റീയൂസബിൾ ഷവർ ക്യാപ്പ് ആണ്, വിച്ച് ഇസ് മച്ച് ബെറ്റർ ദാൻ ഈ ഡിസ്പോസിബിൾ ഷവർ ക്യാപ്സ് ഉപയോഗിക്കാനായിട്ടും. ഈ ഒരു ഷവർ ക്യാപ്പ് ഒരു 3ന്റെ ഒരു സെറ്റ് ആയിരുന്നു. ഐ തിങ്ക് അത് അത്ര എക്സ്പെൻസീവും അല്ല. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ എവർ. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years ആയിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് സ്പോയിൽഡ്. സോ ഹൈലി റെക്കമെൻഡ് ലൈക്ക് ബൈ എ ഷവർ ക്യാപ്പ്. ഇനി അടുത്ത നമ്പർ 6 സ്പോട്ടിലുള്ളതാണ് ഈ വുഡൻ വൈറ്റ് ടൂത്ത് കോംബ്. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വാങ്ങിയതൊന്നല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു ബൈ ഇറ്റ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ നീമിന്റെ
വുഡൻ വൈറ്റ് ടൂത്ത് കോം കണ്ടു. എന്നിട്ട് ഞാനിത് ആക്ച്വലി എൻ്റെ പ്രീ പൂലൊന്ന് ഉപയോഗിച്ച് നോക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ഡീറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞ് സ്കാൽപ്പൊക്കെ ഓയിലിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചപ്പോൾ ഐ ഫൗണ്ട് ദിസ് റിയലി സൂതിങ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ ഇച്ചിയൊക്കെ ആകുമ്പോൾ ദിസ് ഗിവ്സ് എ നൈസ് ആ ഒരു ചൊറിയാന്ന് പറയില്ലേ, സോ ഇറ്റ് ഗിവ്സ് എ നൈസ് സ്ക്രബ് ടു യുവർ സ്കാൽപ്പ്. ആൻഡ് അത്ര ഹാർഷും അല്ല, നമ്മുടെ സ്കാൽപ്പ് അങ്ങനെ പൊട്ടാനൊന്നും സാധ്യതയില്ല. ഇറ്റ്സ് വെരി നൈസ്, relieves your itching. And ഞാൻ കേട്ടിട്ടുണ്ട് that neem comb is very good for your scalp. Honestly അതിനെ വാലിഡേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഹാസ് ഹെൽപ്ഡ് മീ ഇൻ എനി അതർ വേ. പക്ഷേ ഇപ്പോൾ നല്ല കട്ടിയുള്ള മുടിയൊക്കെ ആണെങ്കിൽ സാധാരണ കോമ്പ് വെച്ച് നമ്മുടെ സ്കാൽപ്പ് വരെ ഒന്നും എത്തില്ല. സോ അങ്ങനത്തെ ഒരു കേസിലൊക്കെ വൈറ്റ് ടൂത്ത് കോം, എസ്പെഷ്യലി എ വുഡൻ വൈറ്റ് ടൂത്ത് കോം ഇസ് വെരി ഗുഡ്. ഐ റിയലി ലൈക്ക് ദിസ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രീ പൂലും ഞാൻ ഇത് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് നമ്പർ 5 സ്പോട്ടിലുള്ളതാണ് ഈ റൂട്ട് ക്ലിപ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ബ്രീഫ്ലി എൻ്റെ ഹൗ ടു പ്രിവെൻറ്റ് എ ഫ്ലാറ്റ് ക്രൗൺ എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഞാൻ എൻ്റെ എല്ലാ വാഷ് ഡേയിലും ഉപയോഗിക്കുന്നതാണ്. ആഫ്റ്റർ മൈ സ്റ്റൈലിംഗ് ആൻഡ് പ്ലോപ്പിംഗ് ഞാൻ എൻ്റെ മുടി കുറച്ച് നേരം റൂട്ട് ക്ലിപ്പ് ചെയ്തിട്ട് വിടാറുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഫ്ലാറ്റ് ക്രൗൺ ഉണ്ടാവില്ല, കുറച്ച് ബൗൺസ് തരും, കുറച്ച് വോള്യൂം തരും. അങ്ങനെ ഇതിങ്ങനെ ഇരുന്ന് ഡ്രൈ ആവുമ്പോൾ പിന്നെ ഉള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുടി ഡ്രൈ ആവുമ്പോൾ ഈ റൂട്ട് ക്ലിപ്സ് വെച്ചിട്ട് പിന്നീതിടാണെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊന്നും വരില്ല. സോ ഇറ്റ് സ്റ്റേസ് ഔട്ട് ഓഫ് മൈ ഫേസ് ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ്. ഇനി നമ്പർ 4 പൊസിഷനിലുള്ളതാണ് എൻ്റെ പഫ് കഫ്. ഇത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നിങ്ങൾ US-ലോ UK-ലോ ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് ഓണസ്റ്റ് പ്രോഡക്ട്സിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് അവൈലബിൾ. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബേസിക്കലി എൻ്റെ പൈനാപ്പിളിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇത് നന്നായി മുടി സെക്യൂർ ചെയ്യും, മുടി വലിക്കില്ല, പൊട്ടില്ല. സോ ഇറ്റ്സ് റിയലി നൈസ്, നന്നായി സെക്യൂർ ചെയ്യും. ആൻഡ് ഇത് ഈസിലി ഈ ഒരു ക്ലിപ്പ് ഞാൻ വാങ്ങിയിട്ട് ഒരു 2 years അറ്റ്ലീസ്റ്റ് ആയിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് സ്പോയിൽഡ്. പിന്നെ നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ചെക്ക് ദ സൈസ്, ബിക്കോസ് ഇത് ഒരു 4-5 സൈസിൽ വരുന്നുണ്ട്. സോ നിങ്ങളുടെ മുടിയുടെ കട്ടി അനുസരിച്ചിട്ട് യു ഹാവ് ടു ഡിസൈഡ് ലൈക്ക് ഏത് സൈസിൻ്റെ പഫ് കഫാണ് വേണേ. സോ മേക്ക് ഷുവർ യു ചെക്ക് ദാറ്റ് ഔട്ട് ബിഫോർ യു ഓർഡർ ഇറ്റ്. ഇനി നമ്പർ 3 സ്പോട്ടിലുള്ളതാണ് എൻ്റെ ടെലിഫോൺ വയർ ബാൻഡ്സ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്, ലൈക്ക് ടു അഗൈൻ ടൈ മൈ ഹെയർ. ഞാനിത് പൈനാപ്പിളിനാണ് ഉപയോഗിക്കാറ്. പക്ഷേ നിങ്ങൾ സാധാരണ മുടി കെട്ടുന്നവരാണെങ്കിലും ഇത് നല്ലൊരു ഗ്രിപ്പ് തരും. ആൻഡ് ഓൾസോ ഇത് വളരെ സോഫ്റ്റ് ആണ്, നമ്മുടെ മുടീനെ വലിക്കില്ല, പൊട്ടില്ല. അത് ഊരുമ്പോൾ ഒക്കെ റബ്ബർ ബാൻഡ് അങ്ങനത്തെ യുനോ കോട്ടൺ ബാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഫ്രിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ വെൻ യു യൂസ് ദിസ് ടെലിഫോൺ വയർ ബാൻഡ്സ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത് റിയലി നൈസ് ടു യൂസ്, വെരി സോഫ്റ്റ് ഓൺ യുവർ ഹെയർ. ഇനി നമ്പർ 2 സ്പോട്ടിലുള്ളതാണ് എൻ്റെ സാറ്റിൻ പില്ലോ കേസ്. ആൻഡ് എന്നെ അറിയണവര് നോ പ്രോബബ്ലി ദാറ്റ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു സാറ്റിൻ പില്ലോ കേസ് എല്ലാവരുടെയും കൊണ്ടുപോകും. ബിക്കോസ് ഇപ്പോൾ വെൻ യു ഹാവ് കേർലി ഹെയർ നിങ്ങൾക്ക് അറിയാം, ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ കേൾ ഡെഫിനിഷൻ ഒക്കെ അത് ആകെ ഫ്രിസി ആവും കോട്ടൺ പില്ലോ കേസ്മൊക്കെ എടുക്കുകയാണെങ്കിൽ. സോ സാറ്റിൻ പില്ലോ കേസ് റിയലി ഹെൽപ്സ്, എക്സ്പെഷ്യലി നിങ്ങൾക്ക് ബോണറ്റ് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ. എനിക്ക് പേഴ്സണലി ഒരു ബോണറ്റ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ക്യാപ്പ് ഇടാൻ തീരെ ഇഷ്ടമില്ല. ഐ ഫൈൻഡ് ഇറ്റ് വെരി അൺകംഫർട്ടബിൾ എൻ്റെ തലയുമ അതിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ. സോ ദാറ്റ്സ് ഹൗ ഐ സ്വിച്ച്ഡ് ടു യൂസിങ് എ സാറ്റിൻ പില്ലോ കേസ്. ആൻഡ് സിൻസ് ദെൻ ഞാൻ ഒരിക്കലും ഒരു ബോണറ്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഐ നോ ദാറ്റ് ചെറിയ ലൈക്ക് ലെങ്ത് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ദേ സ്റ്റിൽ പ്രെഫർ ടു യൂസ് എ ബോണറ്റ്, ബിക്കോസ് മുടി അധികം അങ്ങോട്ട് പാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ലെങ്ത്തിനും ഞാൻ ഈ പൈനാപ്പിൾ കെട്ടി കിടക്കുമ്പോൾ ഐ ഫീൽ സിൽക്ക് പില്ലോ കേസ് ജസ്റ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫോർ മീ. പക്ഷെ ഇത് കുറച്ച് ചൂടാവും, എക്സ്പെഷ്യലി നിങ്ങൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ സിൽക്ക് പില്ലോ കേസ് ഇസ് കൈൻഡ് ഓഫ് ഹോട്ട്. സോ അതൊരു പോയിന്റ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ബാംഗ്ലൂരിൽ അത്ര ചൂടില്ല ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ഫൈൻ. സോ സിൽക്ക് പില്ലോ കേസ് ഈസ് എ മസ്റ്റ് ഫോർ മീ. ഇനി എൻ്റെ ടോപ്പ് 1 പൊസിഷനിലുള്ള പ്രോഡക്റ്റ് ആണ് ദിസ് ഫ്ലെക്സി ബ്രഷ്. ഐ ലവ് ദിസ് ബ്രഷ്. ഇത് കുറച്ച് പ്രൈസി ആണ്, പക്ഷെ സ്റ്റിൽ ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ ഫുൾ കേർലി ഹെയർ ജേർണിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് മൈ മോസ്റ്റ് പ്രൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബിക്കോസ് ഇത് ഞാൻ എല്ലാ വാഷ് ഡേ ഉപയോഗിക്കും. ഇത് ആക്ച്വലി ലിറ്ററലി എൻ്റെ മുടി ചെട തീർക്കാൻ 1 മിനിറ്റ് മതി. ലൈക്ക് ഇഫ് ഐ യൂസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഓയിൽ
ഞാൻ ഡയറക്ട്ലി എൻഡ് തൊട്ട് മേലെ തൊട്ട് ഇങ്ങനെ ഡീടാങ്കിൾ ചെയ്ത് വരാണെങ്കിൽ ദിസ് റിയലി ഈ കോംബ് വെച്ചിട്ട് എനിക്ക് 1 മിനിറ്റ് മതി. ബിക്കോസ് ഏർലിയർ ഞാൻ എൻ്റെ വിരൽ വെച്ച് ചെയ്യുകയാണെങ്കിലോ വൈറ്റ് ടൂത്ത് കോംബ് വെച്ച് ചെയ്യുകയാണെങ്കിലോ ഇറ്റ് വാസ് നെവർ ആസ് ഈസി ആസ് യൂസിങ് ദിസ്. ദിസ് ഈസ് റിയലി സംതിങ് ഐ റിയലി ലവ്. ആൻഡ് ഞാനിത് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. എവ്രിബഡി ഹാസ് സീം ടു ലവ് ഇറ്റ്. ഇത് വളരെ സൂതിങ് ആണ്. ഇപ്പോൾ ഈ ബ്രിസിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് ലൈക്ക് ഒരു ബെൻഡബിൾ കൈൻഡ് ഓഫ് ബ്രിസിൽസ് ആണ്. സോ ഇറ്റ് ഡസൻ ബ്രേക്ക് യുവർ ഹെയർ. ഈസിലി ക്ലീനബിൾ ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹോൾസ്. It's a really nice product and it's I think made very thoughtfully. They've put some effort into ഇതിന്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കോംബാണ്. സോ ഐ റിയലി ലവ് ദിസ് കോംബ്. ആൻഡ് ഇത് സ്പെസിഫിക്കലി ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രീപൂ ചെയ്യുമ്പോൾ ഉപയോഗിക്കും ഡീടാങ്കിൾ ചെയ്യാൻ, പിന്നെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, യുനോ ക്ലംപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദിസ് ഹെൽപ്സ്. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ സാധാരണ സ്റ്റൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ DC ചെയ്യുമ്പോൾ ടു ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. സോ ദർ ആർ ലോട്ട് ഓഫ് വേസ് യു കെൻ യൂസ് ദിസ്, ബട്ട് ദിസ് ഇസ് ജസ്റ്റ് മൈ നമ്പർ 1 പ്രോഡക്റ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടോപ്പ് 10 പ്രോഡക്ട്സ്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ CG ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡോണ്ട് തിങ്ക് അബൌട്ട് കേർലി ഹെയർ ആക്സസറീസ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ 10 പ്രോഡക്ട്സ് ആക്ച്വലി ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് സംതിങ് ദാറ്റ് യു ഹാവ് അറ്റ് ഹോം. സോ ടു സ്റ്റാർട്ട് ആക്ച്വലി നമുക്ക് ഒരു ആക്സസറീസിൻ്റെയോ ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ CG ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഫൈൻഡ് ദാറ്റ് ഡീടാംഗ്ലിംഗ് ഒരു പ്രോബ്ലം ആണ്. സോ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് ബ്രഷ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി ഉണങ്ങണില്ല, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിഫ്യൂസർ ആവശ്യം ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഇവിടെ ഡിഫ്യൂസർ ലിസ്റ്റ് ചെയ്തിട്ടേ ഇല്ല ബിക്കോസ് ഐ ഡോണ്ട് യൂസ് എ ഡിഫ്യൂസർ ദാറ്റ് മച്ച്. പക്ഷെ നിങ്ങളൊരു കോൾഡ് കൺട്രി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹ്യൂമിഡ് ഏരിയ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ വേർ യുവർ ഹെയർ ഇസ് നോട്ട് ഡ്രൈങ് അറ്റ് ഓൾ, ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് യു യൂസ് എ ഡിഫ്യൂസർ. അപ്പോൾ ഡോണ്ട് ബ്ലൈൻഡ്ലി ഗോ ആൻഡ് ബൈ എനി ആക്സസറി ബിക്കോസ് യുനോ ഇപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു യു നീഡ് ദിസ് ആക്സസറീസ്. നോ ആക്സസറി ഈസ് എ മസ്റ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂട്ടീൻ നോക്കിയിട്ട് ഫൈൻഡ് യുവർ പ്രോബ്ലം ഏരിയാസ് ആൻഡ് അതിനനുസരിച്ച് എല്ലാ ആക്സസറീസ് വാങ്ങും. സോ അത്രയും പറഞ്ഞുകൊണ്ട് I will wrap up my video. Thank you so much for watching. If you like this video, give it a thumbs up. Make sure you subscribe to my channel. I'll see you again next week with a new video. Till then, take care. It's me, Devi, signing out. Heat cap നിങ്ങളും